വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാസ്റ്റ് ക്രിയേഷൻസ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഒരു BGM ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമുക്ക് BGM ഉണ്ടാക്കണമെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് Avee പ്ലെയർ എന്നൊരു ആപ്ലിക്കേഷനാണ്. അത് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഒരു മ്യൂസിക്കും ഇതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇവിടെ മേലെ കാണുന്ന പെൻസിലിൻ്റെ അടുത്തുള്ള 9 ബോക്സുകൾ ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെക്കാം. അതിന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇമേജ്, തേർഡ് ഓപ്ഷൻ ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് കാണും. സെക്കൻഡ് ഓപ്ഷൻ ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കസ്റ്റം ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ പിക്ക് ഇമേജ് എന്ന് കൊടുത്താൽ നമുക്ക് ഗാലറിയിൽ പോയി ഗാലറിയിൽ നിന്ന് ഇമേജ് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഗാലറിയിൽ പോയി ഒരു ഇമേജ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ഒന്ന് ബാക്ക് അടിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. നമുക്കിനി ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഫോട്ടോ വെക്കണമെങ്കിൽ ഈ പെൻസിൽ വന്ന് ക്ലിക്ക് ചെയ്ത് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്ത് ഇതിലും ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്ത് ഈ കസ്റ്റം ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിക്ക് ഇമേജ് എന്നത് ക്ലിക്ക് ചെയ്ത് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേൾപ്പിച്ച് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേൾപ്പിച്ച് നോക്കാം. ഗൈസ്, ഞാനിതിപ്പോൾ പല രൂപത്തിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എഡിറ്റ് ചെയ്യാൻ ഈ പെൻസിൽ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓഡിയോ പ്രൊവൈഡർ എന്ന് പോയാൽ ഇതിൽ പല ഓപ്ഷൻസും ഉണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഓരോന്നും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റാർ ഒരു ഹാൻഡ് ക്യാപ്പൊക്കെയാണിത്. നമുക്ക് സ്റ്റാർ രീതിയിൽ എത്ര വേണം അത് ചെയ്ത് കൊടുക്കുന്നതാണ്. മിറർ സാമ്പിൾ വേണമെങ്കിൽ മിറർ സാമ്പിളും ആക്കാം. നമുക്ക് സാമ്പിൾ ഔട്ട് കൗണ്ടും ചെയ്യാം. ഏത് രീതിയിലോ വേണ്ടി അതേമാതിരി ചെയ്യാവുന്നതാണ്. അങ്ങനെ ബീറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. എത്ര കൂട്ടിയിടുകയും ചെയ്യാം, കുറക്കുകയും ചെയ്യാം നമുക്കിതിൽ. ഇനിയൊന്ന് കേട്ട് നോക്കാം. ഇനി ഇതിൽ നമുക്ക് പല മ്യൂസിക്കുകളും എടുക്കാം. അത് ഈ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് ലൈബ്രറിയിൽ പോയി നമുക്ക് പല മ്യൂസിക്കുകളും എടുക്കാവുന്നതാണ്. ഇനി തിരിച്ചു പോകാൻ ഈ 3 ലൈനിലൊന്നും പാടി ക്ലിക്ക് ചെയ്ത് വിഷ്വലൈസർ എന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. ഇനി സേവ് ചെയ്യാൻ ഈ ലാസ്റ്റത്തെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രക്കുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ബൈ.